അംല റീത്ത അതുപോലെ ഷിക്കാക്കായി എന്നിവ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഹോം മെയ്ഡ് ഷാമ്പൂ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്നത്. വളരെ നാച്ചുറലായിട്ടുള്ള കെമിക്കലൊന്നും ഇല്ലാത്ത ഒരു പ്രോഡക്റ്റാണിത്. അംലയാണെങ്കിലും റീത്തയാണെങ്കിലും അതുപോലെ തന്നെ ഷിക്കാക്കായി ആണെങ്കിലും മുടിയുടെ ആരോഗ്യത്തെ വളരെയധികം സഹായിക്കുന്നവയാണ്. ഇപ്പോൾ ഈ റീത്തക്ക എന്ന് പറയുന്നത് സോപ്പുങ്ക എന്നാണ് പലയിടത്തും പറയുന്നത്. അങ്ങാടി കടയിലൊക്കെ നിങ്ങൾ സോപ്പുങ്ക എന്ന് പറഞ്ഞാലായിരിക്കും ചിലർക്കൊക്കെ അറിയാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഷിക്കാക്കായിക്ക് ചീവക്കായി എന്നും പറയും. അപ്പോൾ അത് നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് വാങ്ങുക. ഇത് വാങ്ങിയതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് തലേ ദിവസം ഇത് വെള്ളത്തിൽ കുതിർക്കാനിട്ട് വെക്കണം. 12 മണിക്കൂറോ അല്ലെങ്കിൽ 24 മണിക്കൂറോ ഒക്കെ നിങ്ങളത് കുതിർക്കാനായിട്ടിട്ട് വെക്കുക. 24 മണിക്കൂർ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. ഇപ്പോൾ 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കിതെടുത്ത് തിളപ്പിക്കാവുന്നതാണ്. നിങ്ങൾക്ക് കൂടുതൽ ഉണ്ടാക്കി വെക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതല്ല എത്ര മതിയെന്നുണ്ടെങ്കിൽ ഇത് മാത്രം വെച്ച് തിളപ്പിച്ചാൽ മതി. ഇത് നിങ്ങളൊരു അരമണിക്കൂറോ അല്ലെങ്കിൽ 20 മിനിറ്റോ തിളപ്പിക്കുക. നന്നായിട്ട് തിളയ്ക്കണം. എൻ്റെ സത്തെല്ലാം ആ ഒരു വെള്ളത്തിലേക്ക് ഊർന്നു വരും. ഇപ്പോൾ തിളയ്ക്കുന്ന സമയത്ത് തന്നെ ചെറുതായിട്ട് പത വരുന്നത് കാണാം. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പം നിങ്ങൾക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് തണുക്കാൻ വെക്കുക. അപ്പോൾ ഇത് കുറച്ചൊന്ന് തണുത്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു ഗ്ലൗസ് ഉപയോഗിച്ചുകൊണ്ട് ഇത് നന്നായിട്ട് ഇതിൻ്റെ സത്ത് ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കാവുന്നതാണ്. അപ്പോൾ അത്യാവശ്യം നല്ല പത വരുന്നത് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം നിങ്ങൾക്കിതൊരു ഗ്ലാസ് കണ്ടെയ്നറിലോ അല്ലെങ്കിൽ ഒരു ഷാമ്പൂവിൻ്റെ ബോട്ടിലിലോ സ്പ്രേ ബോട്ടിലിലോ ഒക്കെ നിങ്ങൾക്കത് ഒഴിച്ചു വയ്ക്കാവുന്നതാണ്. ഒരിക്കലും എയർ കടക്കാത്തതിൽ വേണം നിങ്ങൾ ഒഴിച്ചു വയ്ക്കുന്നതിനായിട്ട്. ഇത് നിങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 ആഴ്ച മുതൽ 3 ആഴ്ച വരെയൊക്കെ നിങ്ങൾക്ക് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളത് സൂക്ഷിക്കുന്ന പോലെ ഇരിക്കും. നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ എയറൊന്നും കിടക്കാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ നാൾ അതിരിക്കും. കാരണം ഇതിൽ വേറെ കെമിക്കലും കാര്യങ്ങളും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് നാൾ തിരികത്തില്ല. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ളത് മാത്രം നിങ്ങൾ ഉണ്ടാക്കി വെക്കുക. 2 ആഴ്ച കൂടുന്തോറും ഉണ്ടാക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. നിങ്ങൾക്കിത് ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിലെല്ലാം ഉപയോഗിക്കാവുന്നതാണ്. തലയിൽ എണ്ണയൊക്കെ തേച്ചതിന് ശേഷം ഇത് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ എണ്ണമയം തലയിൽ നിന്ന് പൂർണ്ണമായിട്ട് നീക്കം ചെയ്യപ്പെടും. പൊതുവെ കെമിക്കൽ ഷാമ്പുകളെ അപേക്ഷിച്ച് അത്രത്തോളം തന്നെ ഒരു പത ഇതിന് ഉണ്ടായിരിക്കില്ല. പക്ഷേ അതിൻ്റെ ആവശ്യമൊന്നുമില്ല. മുടി നല്ലതുപോലെ തന്നെ എണ്ണമയമൊക്കെ മാറി കിട്ടും. നിങ്ങളുടെ തലമുടിയുടെ അളവിനനുസരിച്ചുള്ളത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. സ്പ്രേ ബോട്ടിലൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഷാമ്പൂവിൻ്റെ ബോട്ടിലിൽ പഴയതുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നും എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഈ ഒരു പത പോരാ, നിങ്ങൾക്ക് കൂടുതൽ പത വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷാമ്പൂ ബേസ് ഉപയോഗിക്കാവുന്നതാണ്. ഷാമ്പൂ ബേസൊക്കെ നിങ്ങൾക്ക് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. അത് നിങ്ങൾ വാങ്ങിയിട്ട് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബേബി ഷാമ്പൂ കുറച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റും. അത് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം അത് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇത് ഉപയോഗിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ റിസൾട്ട് എങ്ങനെയാണ് എന്നുള്ളത് രേഖപ്പെടുത്തുക. ഇതുപോലുള്ള ധാരാളം വീഡിയോകൾ ചാനലിൽ പങ്കിട്ടിട്ടുണ്ട്. അതുകൂടി കാണാൻ ശ്രമിക്കുക. മറ്റൊരു വീഡിയോയുമായി കാണാതിരിക്കും. ഗുഡ് ബൈ.